ന്യൂസ് പ്രസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് 5 പേരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ അഫാൻ ഇപ്പോൾ ആത്മഹത്യ ജയിലിൽ വെച്ച് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജയിൽ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും അഫാന്റെ ആരോഗ്യനില തൃപ്തികരമായതിനെ തുടർന്നാണ് ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജയിൽ വാർഡിൽ തുടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അഫാൻ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിൻ്റെ പിന്നിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമൊക്കെയാണ് എന്ന് അഫാൻ തന്നെ പോലീസിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അഫാൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണെന്ന് പോലീസിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. കടബാധ്യത കൊണ്ട് അഫാൻ ഉറ്റവരെയെല്ലാം എങ്ങനെയാണോ കൊന്ന് തള്ളിയത്, അതേ തരത്തിൽ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ വളരെ മുമ്പും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി ഒരു കാരണത്താലും ഇതുമായി ബന്ധമില്ലാത്ത നിരപരാധികളെ കൊന്നു എന്ന് പറയേണ്ടി വരുന്നില്ല മറ്റു കൊലപാതകങ്ങളുടെ കാര്യത്തിൽ. അഫാന്റെ കാര്യത്തിൽ ശരിക്കും ഒരു മൈനസായി പറയാൻ കഴിയുന്നതാണ് കാമുകിയെ കൊല ചെയ്തതും അനിയനെ കൊല ചെയ്തതും. ഇതിനെല്ലാം അഫാൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം തനിക്കും മരിക്കണം, തൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിച്ചതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരും പരലോകത്ത് തന്നോടൊപ്പം വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ അഫാനെ പഴി പറയുന്നുണ്ടെങ്കിലും ഈ സമാനമായ തരത്തിലുള്ള കൊലപാതകം അല്ലെങ്കിൽ അതിന് ഏകദേശം അടുത്ത് നിൽക്കുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ മുൻപും പിൻപും നടന്നിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്ത തിരുവനന്തപുരം കരമനയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ ഭർത്താവിനെ തന്നെ കടബാധ്യതയുടെ കുടുംബത്തിൽ സംഭവിച്ച കടബാധ്യതയുടെ പേരിൽ ഭാര്യ കൊലപ്പെടുത്തുകയും തുടർന്ന് ഈ ഭാര്യ സ്വയം ജീവനെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഭർത്താവിനെ കഴുത്തറുത്താണ് കരമനയിലെ ബിന്ദു എന്ന് പറയുന്ന ഭാര്യ കൊലപ്പെടുത്തിയത്. അവർ കെട്ടിത്തൂങ്ങിയാണ് അവർ മരണപ്പെട്ടത്. ഭർത്താവിൻ്റെ പേര് കെ സതീശൻ എന്നാണ്. ഈ കൃത്യം ചെയ്ത ഭാര്യയുടെ പേര് വി ബിന്ദു എന്നാണ്. സതീശൻ്റെ പ്രായം 57 വയസ്സും ബിന്ദുവിൻ്റേത് 49 വയസ്സുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും ദേവസ്വം ബോർഡിലുമൊക്കെ കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്ത് നടത്തിയിരുന്ന ആളാണ് സതീശൻ. പല കാരണത്താലും അദ്ദേഹം ബാങ്ക് വായ്പ എടുത്തതിൽ നിന്നും 2.30 കോടി, അതായത് ഏകദേശം 2.5 കോടിയോളം രൂപയുടെ കടബാധ്യത ഇവർക്ക് വന്നുകൂടി. കിടപ്പ് മുറിയിലെ സീലിംഗ് ക്ലാമ്പിൽ പ്ലാസ്റ്റിക് കയറിലാണ് ബിന്ദു തൂങ്ങി മരണപ്പെട്ട് നിൽക്കുന്നത്. സതീശനെ ഹാളിൽ അതിൻ്റെ പാസേജിൽ ബ്ലഡെല്ലാം വാർന്ന് കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ബിന്ദുവിൻ്റെ, അതായത് ഭാര്യയുടെ ഡ്രസ്സിൽ മുഴുവൻ സതീശൻ്റെ ബ്ലഡാണ് കാണുന്നതും. സതീശൻ ഈ സ്ട്രോക്ക് വന്ന് ചികിത്സ തുടരുകയുമാണ്. സതീശൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യയായ ബിന്ദു ഉറക്കത്തിൽ സതീശനെ കൊലപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്തായി ഈ കോൺട്രാക്റ്റ് വർക്കുകളിൽ നിന്നൊക്കെ സതീശൻ കടബാധ്യത കാരണം പുറത്താവുകയായിരുന്നു. തുടർന്ന് ഓട്ടോറിക്ഷ ഓടിച്ചാണ് അയാൾ ഈ കുടുംബത്തിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ശനിയാഴ്ച രാത്രി 9 മണിക്കും ഞായറാഴ്ച രാവിലെ 10-നും ഇടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 10:30യോടുകൂടിയാണ് മരിച്ച വിവരം ആളുകൾ തന്നെ അറിയുന്നത്. കടബാധ്യത മാത്രമല്ല, സതീശൻ്റെ രോഗാവസ്ഥയും പോലീസ് ഈ ആദ്യത്തെ FIR-ൽ പറയുന്നുമുണ്ട്. ജപ്തി ഭീഷണി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് മാനേജർ തന്നെ വീട്ടിലെത്തി ഭീഷണി മുഴക്കി ജപ്തി നോട്ടീസ് പതിക്കാൻ വേണ്ടി ശ്രമിച്ചത് നാട്ടുകാർ തടസ്സപ്പെടുത്തിയിരുന്നു. ഈ വിവരം ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായ സ്ഥിതിയാണ് വെഞ്ഞാറമൂട്ടിലും നടന്നത്. അവിടെയുള്ള ഇന്ത്യ ബാങ്കിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അസിസ്റ്റൻ്റ് മാനേജർ അവിടെ വന്നിട്ട് ഈ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ക്ഷമിക്കുക, സെൻട്രൽ ബാങ്കാണ് അത് ചെയ്തത് എന്നുള്ളതാണ് വിവരം, സെൻട്രൽ ബാങ്ക് അധികൃതർ.
തുടർന്നാണ് അഫാൻ നിൽക്കക്കള്ളി ഇല്ലാതെ ഈ കൃത്യത്തിലേക്ക് പോയത്. അന്നേ ദിവസം തന്നെയാണ് ഈ സംഭവം നടന്നത്. ബാങ്കുകാർ വീട്ടിൽ വന്ന് എല്ലാവരെയും ചേർത്തി ഫോട്ടോ എടുത്ത് പത്രത്തിൽ പരസ്യം ചെയ്യുമെന്നും വീട്ടിൻ്റെ മുമ്പിൽ പോസ്റ്റർ പതിക്കുമെന്നും വീട്ടിൽ നിന്നും ഇവരെ ഇറക്കി വിടുമെന്നും ഈ അസിസ്റ്റൻ്റ് മാനേജർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അഫാൻ അവരുമായി ആ ദിവസം ഇടഞ്ഞത്. ഉദ്യോഗസ്ഥർ ഈ ചെയ്ത കൃത്യത്തിനെ ചോദ്യം ചെയ്ത 23-കാരനായ അഫാൻ പരമാവധി അവരോട് ഇടയുകയാണ് ചെയ്തത്. ഉദ്യോഗസ്ഥരും അതിനനുസരിച്ച് ഭീഷണിയുടെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ കൃത്യം നടന്ന ദിവസം, അഫാൻ മറ്റുള്ളവരെ കൊല്ലാൻ തിരഞ്ഞെടുത്ത ദിവസം രാവിലെ ഈ ബാങ്ക് അധികൃതർ വീണ്ടും വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിയും ബന്ധുക്കളിൽ ചിലർ വാങ്ങിയ കടം തിരിച്ച് കിട്ടാതെ പോവില്ല, വീട്ടിനു മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും എന്ന് പറഞ്ഞതുമൊക്കെ ഈ കൃത്യം നടക്കുന്ന ദിവസമായിരുന്നു. ആ ദിവസം ഇവരെല്ലാം കൂടി വീട്ടിൻ്റെ മുമ്പിൽ വരുമെന്നും അതോടുകൂടി തൻ്റെയും കുടുംബത്തിൻ്റെയും സൽപ്പേര് ചീത്തയാകുമെന്നും നാണം കെടുമെന്നും ഈ അയൽക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ പരിഹാസ കഥാപാത്രമാകുമെന്നുമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അഫാൻ അവിടെ ഈ കൃത്യം ചെയ്തത്. ഇവിടെ സതീശനും ബിന്ദുവും മരണപ്പെടാനുള്ള, സ്വയം ഇല്ലാതാകാനുള്ള തീരുമാനം എടുത്തതും ഇതുപോലെ ബാങ്ക് ഭീഷണിയുടെ കാരണത്താലാണ്. ബിന്ദുവിൻ്റെ അമ്മയും വിദേശത്തുള്ള മകൻ സജിത്തും വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് അയൽക്കാർ എത്തി വീട് തുറന്നു നോക്കുമ്പോൾ ബിന്ദു തൂങ്ങി നിൽക്കുന്നതും സതീശൻ മരണപ്പെട്ട് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നതും കണ്ടത്. ബാങ്ക് അധികൃതർ ചതിച്ചതാണെന്നും ഒരു പരാതി നൽകുമെന്നുമൊക്കെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. 64 ലക്ഷം രൂപയാണ് യഥാർത്ഥത്തിൽ ലോണായി എടുത്തിരുന്നത്. കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങി. കോവിഡ് കാരണം നിരവധി ആളുകൾക്ക് ഇതുപോലെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. വെഞ്ഞാറമൂട് അഫാൻ്റെ വിഷയത്തിലാണെങ്കിൽ അഫാൻ്റെ പിതാവ് 7 വർഷമായി ഗൾഫിൽ കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന അവസ്ഥയാണ്. അദ്ദേഹം ജയിലിലും കഴിയേണ്ടി വന്നിരുന്നു അവിടെ. അതെല്ലാം കാരണമാണ് അവർക്ക് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയത്. ഇവിടെയും കോവിഡ് കാരണമാണ് കരമനയിലെ സതീശനും ബിന്ദുവിനും ആ തുക അടയ്ക്കാൻ കഴിയാതെ പോയത്. ഇതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ തന്നെ നിർബന്ധിപ്പിച്ച് 1.10 കോടി, 1,10 ലക്ഷം രൂപ വായ്പ പുതുക്കി നൽകുകയും ചെയ്തു. സതീശനോട് താല്പര്യം ഉള്ളതുകൊണ്ടല്ല, ബാങ്ക് അധികൃതർക്ക് നേരത്തെ കൊടുത്ത ഈ ലോൺ തിരിച്ചു കിട്ടുന്നതിന് അവർക്ക് തോന്നിയ ഒരു ഉപായമാണ് ബാങ്കിൻ്റെ വായ്പ പുതുക്കി വെക്കുന്ന ഒരു നിർദ്ദേശം. അതും സതീശൻ അംഗീകരിച്ചു, അതന്നെ പുതുക്കി വെച്ചു. പക്ഷേ പുതുക്കി വെച്ചതിൽ ഒരു തുക പോലും സതീശന് ഈ ബാങ്ക് നൽകിയില്ല. നേരത്തെയുള്ള ലോണിൻ്റെ പലിശ ഇനത്തിൽ ഈ അധികമായി നൽകിയ തുക കൂടി പിടിച്ചെടുക്കുകയും ചെയ്തു. വഞ്ചനാ കുറ്റത്തിന് നടപടി ആവശ്യപ്പെട്ട് സതീശൻ ബാങ്കിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. ബാങ്കിന് മുന്നിൽ സമരം നടത്തുകയും ചെയ്തു. ബാങ്ക് 2 തവണ ജപ്തിക്ക് ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ എതിർപ്പ് കാരണം അത് ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഈ മരണം നടക്കുന്ന ദിവസം വീട് ഒഴിപ്പിക്കാനായി ബാങ്ക് അധികൃതർ എത്തുമെന്ന് ഇവിടെയും പറഞ്ഞിരുന്നു. ഇതിൻ്റെ മാനസിക സംഘർഷത്തിലായിരുന്നു സതീശനും ബിന്ദുവും എന്ന് ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നു. മകൻ സജിത്ത് സ്വന്തമായി കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് കരാർ ഏറ്റെടുത്ത് തുടങ്ങിയെങ്കിലും ബാധ്യതകളൊന്നും തീർക്കാൻ അയാൾക്കും കഴിഞ്ഞില്ല. ഈ ബാങ്ക് ഈടായി നൽകിയിരുന്ന ഇവരുടെ തന്നെ മുടവൻ മുകളിലെ വീട് അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. ബാധ്യതകൾ കൂടിയതോടെ സജിത്തിനെ ജോലിക്കായി സതീശൻ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തു. ഇതെല്ലാം ആയിട്ടും കടബാധ്യതയിൽ നിന്ന് മുക്തരാകാൻ സതീശനും ബിന്ദുവിനും കഴിഞ്ഞില്ല. മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് സതീശനും ബിന്ദുവും ആത്മഹത്യ തന്നെ തിരഞ്ഞെടുത്തത്. ഭാര്യ ഉറങ്ങിക്കിടന്ന സതീശനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന് സമാനമായ കാര്യം തന്നെയാണ് വെഞ്ഞാറമൂട്ടിലും നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ അഫാൻ മറ്റുള്ളവരെ കൊലപ്പെടുത്തിയതിനു ശേഷം
ആത്മഹത്യ ചെയ്യുന്നതിന് എലിവിഷം കഴിച്ചിരുന്നെങ്കിലും അത് ഫലപ്രദമായില്ല. കാരണം പെട്ടെന്ന് തന്നെ പോലീസ് ആ വിവരം അറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് നൽകിയതുകൊണ്ട് ആ അഫാന് അന്ന് മരണം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജയിലിൽ 2 പ്രാവശ്യം അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും രൂക്ഷമായ തരത്തിൽ അയാൾ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുമെന്ന അവസ്ഥ വരെ എത്തിച്ച ഒരു ആത്മഹത്യാ ശ്രമം നടന്നു. പക്ഷേ അതിൽ നിന്നും അഫാൻ രക്ഷപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ. ഇതെല്ലാം തന്നെ കടബാധ്യത എത്തുന്ന ഒരു കുടുംബത്തിനോ അതിൻ്റെ അംഗങ്ങൾക്കോ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് അവർ ആത്മഹത്യയിലേക്ക് പോകാൻ ഇടവരുത്തുന്നത്. ആത്മഹത്യ ഒരിക്കലും ഒന്നിൻ്റെയും പരിഹാരമല്ല എങ്കിലും നിൽക്കക്കള്ളിയില്ലാതെ പലരും അത് ചെയ്തു പോകുന്നു. മറ്റുള്ളവരെ കൊലപ്പെടുത്തിയിട്ട് അവർ സ്വയം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു രീതി. അഫാനും അത്തരത്തിലാണ് ഈ കൊലപാതകവും തുടർന്ന് സ്വന്തം ആത്മഹത്യയും തിരഞ്ഞെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ.